ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കലാകാരന്റെ അവകാശമാണ്. എന്നാൽ അതിന്റെ പേരിൽ എന്തും കാണിക്കുക, എന്തും കേൾപ്പിക്കുക, എന്തും അവതരിപ്പിക്കുക എന്ന തലത്തിലേക്ക് നമ്മുടെ മലയാള സിനിമ അധംപതിച്ചിരിക്കുന്നുണ്ടോ? മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവണതയ്ക്ക് പിന്നിലെ ഗൂഢാലോചന എന്താണ്? ചിലരുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കുവാൻ നമ്മുടെ മലയാള സിനിമ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതിനെല്ലാം ഉത്തരം നൽകുകയാണ് മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ശ്രീ അലി അക്ബർ ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്ന പ്രത്യേക പ്രോഗ്രാമിലൂടെ. ശ്രീ അലി അക്ബർ, താങ്കൾക്ക് സ്വാഗതം. നമുക്കറിയാം, മലയാള സിനിമയെ പൊതുവെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ കുറെ എപ്പിക് ഡ്രാമാസ് ഇറങ്ങി, അതിനുശേഷം സോഷ്യൽ ഡ്രാമാസ്, പിന്നെ ഒരു ഫാമിലി ഡ്രാമ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിന്റെ ഒരു പ്രളയം തന്നെയായിരുന്നു. അതിനുശേഷമാണ് 2010 ശേഷം എനിക്ക് തോന്നുന്നു ചാപ്പാക്കുരിശ് എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. അത് ശരിക്കും മലയാള സിനിമയുടെ ഒരു അവതരണ ശൈലിയെ, സംഭാഷണങ്ങളെ എല്ലാം അടിമുടി മാറ്റിമറിച്ചു. ഇത് ഒരു യാദൃശികമായിരുന്നോ? ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു കടന്നുവരവ് മലയാള സിനിമയുടെ ഒരു തനിമയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ന്യൂ ജനറേഷൻ സിനിമയുടെ കടന്നുവരവ് എന്ന് പറയുമ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ആധുനിക ടെക്നോളജിയിലെ കടന്നുവരവാണ്. അതായത് 2001 നമ്മൾ ഡിജിറ്റലിലേക്ക് സിനിമ മാറുന്നത്. അപ്പോൾ ഡിജിറ്റലിലേക്ക് സിനിമ മാറിയപ്പോൾ ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ ആർക്കും സിനിമ ചെയ്യാവുന്ന ഒരു ഫോർമാറ്റായിട്ട് മാറി. നമുക്കൊരു നല്ല സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ നമ്മൾ ഫിലിം വേണം, ഫിലിം ക്യാമറ വേണം, വലിയൊരു സെറ്റപ്പ് വേണം. ഇതിപ്പോൾ ആർക്കും അപ്പം തന്നെ നോക്കിയിട്ട് തെറ്റിതിരുത്തിയിട്ടും ഒക്കെ എടുക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് ഇത് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ സിനിമ അറിയാത്തവരും പാരമ്പര്യമില്ലാത്തവരുമായിട്ടുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഈ സിനിമയിലേക്ക് ചാടി വീണു. 2 അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ സിനിമാക്കാരെ ആലോചിക്കുക. അപ്പം നമുക്ക് ഭരതൻ, പത്മരാജൻ എന്ന് തുടങ്ങി വലിയ KG ജോർജ്, MT വാസുദേവൻ നായർ, വളരെ പക്വമതികളായിട്ടുള്ള ആൾക്കാരായിരുന്നു സിനിമയിൽ വന്നുകൊണ്ടിരുന്നത്. 10, 30, 40 വയസ്സിലാണ് അവർ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 80 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് വരുന്ന ആൾ ഞാനാണ്. 24 വയസ്സിൽ ഞാൻ സിനിമയിലേക്ക് വന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ പറഞ്ഞാൽ ഒരു 10 വർഷം ഒരു സംവിധായകൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീടാണ് ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ മനുഷ്യനൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ ഈ പൊരുത്തപ്പെട്ട് ഗുരുത്തപ്പെട്ട് ഒരു സദാചാരം എന്ന് പറയുന്ന ഇത് ലംഘിക്കാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ലെവലിലാണ് മനുഷ്യൻ ഈ കലാകാരനായിട്ട് വരുന്നത്. പിന്നെ മാത്രമല്ല ഈ മീഡിയത്തിൻ്റെ സ്വാധീനം അറിയുന്ന ആളുകളാണ് മൊത്തം. അതുകൊണ്ട് താൻ തെറ്റായിട്ടൊരു ഒരു ഒരു വിവരണം കൊടുത്തു കഴിഞ്ഞാൽ അത് സമൂഹത്തെ ബാധിക്കുമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതിലൊരു വരി എഴുതുമ്പോൾ സഭ്യമല്ലാത്ത ഒരു കാര്യങ്ങൾ എഴുതാറില്ല, സഭ്യത വിട്ടു പോകുന്ന ഒന്നും എഴുതാറില്ല. എന്നാൽ നേരെ മറിച്ച് അന്ന് ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. കാരണം അന്ന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്, ഇൻ്റർനെറ്റിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരം സിനിമകൾ അത് പ്രത്യേക ആൾക്കാരെ അത് ചാപ്പ കുത്തിയിട്ട് അത് ഇന്ന ആൾക്കാർ കാണുന്ന സിനിമയാണ് എന്നുള്ള രീതിയിലാണ്. മറ്റെല്ലാം തന്നെ നമ്മൾ അച്ഛൻ, അമ്മ, 3 മക്കൾ ഒരുമിച്ചിരുന്ന് കാണാവുന്ന എന്നുള്ള, അപ്പോൾ അവർക്ക് ദഹിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞതും. ഒരു വാക്ക് പോലും, അശ്ലീലമായിട്ടുള്ള ഒരു വാക്ക് പോലും അന്ന് ഉപയോഗിക്കില്ല. സെൻസർ ബോർഡും അത് വളരെ കണിശമായിട്ട് തെറി പറയാനും സമ്മതിക്കില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വളരെ ചെറുപ്പക്കാർ കൂടി നിൽക്കുന്നിടത്ത് പറയുന്ന തെറികൾ പോലും, നമ്മൾ രഹസ്യമായിട്ട് പറയുന്ന തെറികളൊക്കെ പരസ്യമായിട്ട് വരുന്നു. ഒരു സ്ത്രീ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിവരിക്കാം, ഒരു പുരുഷൻ എങ്ങനെ വേണമെങ്കിലും വിവരിക്കാം, പിന്നെ ഒരു കിടപ്പറ മുഴുവനായിട്ട് കാണിക്കാം. ആ രീതിയിലേക്ക് ഈ ന്യൂജൻ എന്ന് പറയുന്ന സംഗതി മാറി. അപ്പോൾ ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം, സാംസ്കാരിക വിദ്യാഭ്യാസമാണ്. നമ്മൾ ചിലപ്പോൾ MA ഉണ്ടാവും, MSc ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ കൾച്ചറൽ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇവർക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ കൾച്ചറൽ വിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്ന ആളുകളുടെ ഈ ന്യൂ ജനറേഷൻ സിനിമയാണ് ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ പുറകോട്ട് സമൂഹത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ സിനിമ കാണാൻ ഫാമിലീസ് ഇല്ലെന്നുള്ള. ഇവരുടെ ഈ ന്യൂ ജനറിൻ്റെ സിനിമ കാണാൻ കുടുംബം ഒന്നായിട്ട് തിയേറ്ററിലേക്ക് വരില്ല, ഈ യങ്സ്റ്റേഴ്സാണ് വരുന്നത്. അപ്പം ഒരു സൊസൈറ്റിനെ ഏറ്റവും പിടിച്ചു നിർത്തേണ്ട ആൾക്കാരാരാണ്? അടുത്ത ജനറേഷനാണ്, ഈ യങ് ആണ്. അപ്പം അവരെയാണ് ഈ പറയുന്ന എന്താ പറയുക, നമുക്ക് വൈറസ് ബാധിക്കുന്നത്. അവരെ വൈറസ് ബാധിക്കുമ്പോൾ ഒരു സമൂഹത്തെ മൊത്തം നെക്സ്റ്റ് ജനറായിട്ടുള്ള
സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന, അവരെ സാംസ്കാരികമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണിത്. അപ്പോൾ നമ്മൾ അവർ തർക്കിച്ചാൽ അയ്യോ ഇതിങ്ങനെയാലും ഇപ്പോൾ എന്താ കുഴപ്പം, ഞങ്ങളിങ്ങനെ തെരുവോ എല്ലാവരും നിങ്ങളുടെ രഹസ്യമായിട്ട് പറയുന്നത് തെറിയല്ലേ, എന്നാൽ പിന്നെ പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ. അപ്പം അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളത് രണ്ടാമത്തെ നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ ന്യൂ ജെൻ എന്ന് പറയുന്നത് എന്തും പറയാം എന്നുള്ള, യഥാർത്ഥത്തിൽ അങ്ങനെ എന്തും പറയാനുള്ള അവകാശം എനിക്കൊന്നും അറിയില്ല. ഇപ്പം ഞാനൊരു കലാകാരൻ എന്തും വിളിച്ച് പറയാനുള്ള, എനിക്ക് ലിമിറ്റുണ്ട് പറയാവുന്നത്, എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാവുന്ന ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പം അത് അധിക പ്രസംഗമായിട്ട് മാറും, തിരുത്തപ്പെടണം. പക്ഷേ ഇന്നുള്ള ഭരണകൂടം അതിനെ തിരുത്തുന്നില്ല എന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ സിനിമ കൾച്ചർ വേറെ എവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ ഇപ്പോഴും പ്രോട്ടോഗണിസ്റ്റും ആൻറ്റോഗണിസ്റ്റും ഉണ്ട്. അതിൽ ആൻറ്റോഗണിസ്റ്റ് തോൽക്കുകയാണ്. കേരളത്തിന് മാത്രമേ ഉള്ളൂ ആൻറ്റോഗണിസ്റ്റ് ജയിക്കുന്ന രീതിയിലുള്ള സിനിമകൾ. അപ്പോൾ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം വരുത്തി വെച്ച വിനകൾ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കാണുന്ന, ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത്, ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ വരെ അതിൽ ഉൾപ്പെടുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 10 വർഷം കൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റി ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറി വന്നു എന്നുള്ളതാണ്. ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ ധാർമ്മിക അപജയങ്ങൾ ഒരു സാമാന്യവൽക്കരിക്കുന്നതിൻ്റെ ഒരു പോരായ്മയല്ലേ ശരിക്കും സംഭവിക്കുക? അത് യുവജനങ്ങളെ ശരിക്കും വഴിതെറ്റിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പണ്ട് ഇപ്പം നമ്മൾ പറയാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പം ഒരു നല്ല പേന നമ്മുടെ കൈ കണ്ട്, ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരൻ തന്നെയായിരിക്കും, അമ്മ ചോദിക്കും ഇതെവിടെ നിന്ന് കിട്ടിയടാ, അല്ലേ? നമ്മൾ ചോദിക്കും ഇതെവിടെ നിന്ന് കിട്ടിയടാ, അത് കൂട്ടുകാരൻ തന്നെ ആണോ, അത് നീ ആരും മോഷ്ടിച്ചതാണോ, ഇങ്ങനെയല്ലേ ചോദിക്കുക. ഇന്നൊരു ചെറുപ്പക്കാരൻ ഒരു 1500 cc ബൈക്കുമായിട്ട് വീട്ടിലോട്ട് വന്നാൽ അമ്മ നല്ല കൊള്ളാവുന്നതാണല്ലോ എന്ന് പറയാം. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കില്ല, മകൻ എങ്ങനെയാണ് അത് സമ്പാദിച്ചതെന്ന് ചോദിക്കില്ല. അത്തരത്തിലേക്ക് കുടുംബവും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറ്റബോധം എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരാൾ ഉപദേശിച്ചാലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരാൾ ചോദ്യം ചെയ്താലുണ്ടോ. ചോദ്യം ചെയ്യാത്ത ഒരു സമൂഹം, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കള്ളക്കടത്തുകാരായിട്ടുള്ള ചെറുപ്പക്കാർ അവിടെ പണം കൊണ്ടുവച്ചത് വീട്ടിലാണ്. അവർ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കിടന്ന് ഭാര്യ കാണുന്നു, അമ്മ കാണുന്നു, അവർക്ക് അതിലൊരു അത്ഭുതം തോന്നില്ല. കാരണം അവർ കാണുന്നത് ഈ സിനിമ തന്നെയാണ്, അവർ ചിന്തിക്കുന്നത് ഈ വഴിക്കാണ്. പണം ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം പോകട്ടെ എന്നുള്ളത്, അതാണ് അതിൻ്റെ ശരി. അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഉയർന്നു വന്നൊരു വാക്കാണ് ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളൊരു വേർഡ്. ഷാഡോ പ്രൊഡ്യൂസേഴ്സ് ശരിക്കും അവരുടെ ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി സിനിമാ മേഖലയിൽ അവർ ഇടപെടുന്നു എന്നൊരു ആരോപണമുണ്ട്. അതേപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ പഴയ ജനറേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ജൂബിലി ജോയ് തോമസ് എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി കഥ പറയണം. ആ കഥ കേട്ടിട്ട് അദ്ദേഹം പറയും, അലി അക്ബറെ അത് ഇത് സംഗതി കൊള്ളാം, പക്ഷേ അതിൽ ഇന്ന ഒരു ഭാഗമുണ്ട്, അതൊരു സമൂഹത്തെ ദ്രോഹിക്കുന്നതായിട്ട് മാറും, അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. കാരണം അവരും പഠിച്ചതാണ് ഇതിനെക്കുറിച്ച്, അവരും സമൂഹ ജീവികളായിട്ട് വർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ധാർമ്മിക ബോധമുണ്ട്. ഇന്ന് ഈ പണം വരുന്നത് എവിടെയാണ്? ഈ കള്ളക്കടത്തുനിന്നാണ്. അധാർമികമായിട്ടുള്ള പണം വരുന്നത് ഹവാല പണം. അതിൽ ഈ ഹവാലയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ മലബാറിൽ കൊടുവള്ളി സംസ്കാരം എന്ന് പറയുന്നുണ്ട്. നല്ല എൻ്റെ ഉമ്മാമിയൊക്കെ ജനിച്ചു വളർന്ന നല്ല തങ്കപ്പെട്ടൊരു സ്ഥലമായിരുന്നത്. ആ തങ്കപ്പെട്ട സ്ഥലം ഇപ്പോൾ എന്നാ അറിയപ്പെടുന്നത്? നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഹവാല പണം ഇടപാട് നടത്തുന്ന കേന്ദ്രമായിട്ട് കൊടുവള്ളി എന്ന് പേര് കേൾക്കുമ്പോൾ ഏത് കുട്ടിക്കും മനസ്സിലാവും. അതേപോലെ തന്നെ മലപ്പുറം, ഈ മലബാറിലെ ഈ 2 ജില്ലകൾ, കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും, അത് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയും, നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണം വരുന്നത് ഏറ്റവും മോശപ്പെട്ട വഴിയും മോശപ്പെട്ട ഇടത്തു കൂടെ വരുന്നത് ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ചാനൽ ഒരു 10-15 വർഷമായിട്ട് അങ്ങനെ ഒരു ചാനൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ പണം പോലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്തില്ല, ആരും പിടിച്ചിട്ടുമില്ല. ഇപ്പോൾ അങ്ങനെ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ നിവൃത്തിയില്ല, പക്ഷേ വന്നിട്ടുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ വരുമ്പം എൻ്റെ വിയർപ്പിൻ്റെ അംശമല്ലാത്ത പണമാണ്. ആ പണത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു സോക്കോൾഡ് സിനിമാ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു 2015 ശേഷമാണ്, അതുവരെ സിനിമ വെറുത്ത ഒരു സമൂഹമാണ്. ഇപ്പോൾ എന്നെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിംസ് ആരും സിനിമ ചെയ്യാൻ പോവില്ല, മുസ്ലിങ്ങൾക്ക് പറ്റിയ പണിയല്ല സിനിമ. അപ്പം നമുക്കറിയാം, പ്രേംനസീറിന് കുത്തലുണ്ടായിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കുത്തലുണ്ടായിട്ടുണ്ട്, ഫഹദ് ഫാസിൽ, ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ വന്നപ്പോഴൊക്കെ അന്നത്തെ കാലത്ത് അയ്യോ മുസ്ലിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ അതേ വിഭാഗം ഒരു 2014 കൂടിയാലോചിച്ച്, ഇവിടുത്തെ വലിയ തങ്ങന്മാരൊക്കെ കൂടിയാലോചിച്ചിട്ട് തീരുമാനിക്കുകയാണ്, ഇത് നമുക്ക്
അങ്ങനെ പുറന്തള്ളാൻ പറ്റൂല, ഇവിടുത്തെ ചെറുപ്പക്കാരതിന് അടിമയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മതത്തിനെ ഒന്ന് പോഷിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊരു ചിന്ത നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ഗൂഗിളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇസ്ലാമും സിനിമയും തമ്മിലൊക്കെ ബന്ധങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഈ മലപ്പുറം ബേസ് ആയിട്ടുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു KL10 എന്നുള്ള സിനിമ മുതലാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ആ ഒരു ജനറേഷനാണ് പിന്നീട് ഈ പറയുന്ന വലിയ പണം കൊണ്ട് ഇവിടെ ആ പണം എവിടെ നിന്ന് വരുന്നു ആർക്കും അറിയില്ല, ഇത് ലാഭകരമാവുന്നോ അതും ആർക്കും അറിയില്ല, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതും ആർക്കും അറിയില്ല. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് വരുന്ന ആരും ഉത്തരവാദിത്തം ഏൽക്കാതെ വന്ന നിർമ്മാതാക്കൾ, ഇപ്പം പേര് മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പം 100 കോടി 150 കോടി ക്ലബിലേക്ക് നമ്മുടെ സിനിമ മാറുക. അതിനു മുമ്പ് ഒരു 2000 ഞങ്ങളൊക്കെ സിനിമ ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നത് 2004 ഈ 2004 വരെ ഇവിടുത്തെ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങിച്ചത് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയാണ്. ചെറിയ നടന്മാർക്ക് ഞാൻ കൊടുത്തത് 25 രൂപ 50 രൂപ, ഏറി വന്നാൽ 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇന്നും ഒരു ചെറിയ നടൻ മേടിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. മമ്മൂട്ടി മേടിക്കുന്നത് 10-15 കോടി രൂപയാണ്, മോഹൻലാലും 10-15 കോടി. ഈ പറയുന്ന ചെറുപ്പക്കാരൊക്കെ കോടികളുടെ റെവന്യൂഷൻ വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് മാറി. അപ്പോൾ അങ്ങനെ കോടികൾ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല നമുക്ക്. ആകെ ഉള്ളത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര തിയേറ്ററാണ്? 100-150 തിയേറ്ററാണ് നമുക്കുള്ളത്. ആ തിയേറ്ററിൽ നിന്ന് ഇത്രയും കോടികൾ ഒരിക്കലും കളക്റ്റായിട്ട് വരില്ല. അപ്പോൾ കളക്റ്റായിട്ട് വരാതിരുന്നിട്ട് പിന്നെ ഈ 100 കോടി മുടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് തിരിച്ചു വേണ്ട എന്നുള്ള ഒരു പണമാണ് ഇതിലേക്ക് വരുന്നത്. അതിന് ചില പോക്കറ്റുകൾ, കൊച്ചി ബേസ്ഡായിട്ട് കുറച്ച് പോക്കറ്റുകൾ വന്നു. ചില നടന്മാർ, ചില സംവിധായകർ. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ സിനിമയിൽ 2-3 ബെൽറ്റ് പറഞ്ഞത്. ഒന്ന് നായർ ബെൽറ്റ്, അത് ഞങ്ങൾ കളിയാക്കി പറയുന്നതാണ്. കാരണം തിരുവനന്തപുരത്ത് തിക്കുറിച്ചി, മോഹൻലാൽ, ഇങ്ങനെയുള്ള മണിയമ്പിള്ള, രാജു, ഇങ്ങനെ തുടങ്ങിയ കുറേ നായന്മാരുടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ബെൽറ്റ് അങ്ങനെ നായന്മാർ ഒരുപാട് സിനിമകളിൽ, അതിൽ വേറെ ബെൽറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ പറയുന്ന നായർ ബെൽറ്റ്. കരൂർ എഗ്നീസ് ടീം എല്ലാം കൂടി ഈ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് എന്നും പറയും. 2 ബെൽറ്റേ ഉണ്ടായിരുന്നുള്ളത്. അത് ഈ എന്താണ് പേരിന് വേണ്ടി പറയുന്ന ഒരു ബെൽറ്റ് അല്ലാതെ വേറൊന്നുമില്ല. വേറെ മുസ്ലിം ബെൽറ്റ് ഇല്ല അന്ന്. അതിന് പകരം പിന്നീട് വന്നത് ഒരു ജിഹാദി ബെൽറ്റ് ഉണ്ടാവുകയാണ് നമുക്ക് മൊത്തത്തിൽ. ഈ ജിഹാദി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ അന്നൊക്കെ സിനിമ ചെയ്യുമ്പം ഞാൻ അലി അക്ബറാണ്, എൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നത് ജഗദീഷ് ശ്രീകുമാറാണ്, ഒരാൾ ജഗദീഷ് ആയിരിക്കും. വിവിധ മതക്കാർ, വിവിധ രാഷ്ട്രീയക്കാർ. ഇപ്പം ജഗദീഷ് കോൺഗ്രസ്സുകാരനാണ്, ഇപ്പുറത്ത് വേറെ ആൾ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. വിവിധ മതക്കാർ, വിവിധ ആശയങ്ങളുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് ആ സിനിമ ഉണ്ട്. അവിടെ ഇത് വേറെ ചർച്ചയാകും, ചിലപ്പോൾ നമ്മൾ ചർച്ചയൊക്കെ ചെയ്യപ്പെട്ടെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായിട്ട് ഈ സിനിമ മാറിയിട്ടേ ഇല്ല. ഇന്ന ആൾക്കാർ മാത്രം ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി, അടുത്ത കാലത്ത് ഒരു സിനിമയുടെ ടൈറ്റിൽ വായിച്ചപ്പോൾ നിർമ്മാതാവ് മുസ്ലിം, ഡയറക്ടർ മുസ്ലിം, ചായ കൊടുക്കുന്നവൻ മുസ്ലിം, മേക്കപ്പ് മാരൻ മുസ്ലിം, എഡിറ്റർ മുസ്ലിം, ക്യാമറമാൻ മുസ്ലിം, അങ്ങനെ 100% മുസ്ലിംസ് ഉള്ള ഒരു സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ നമ്മളൊരു സിനിമയുടെ ടെക്നീഷ്യൻ അവൻ്റെ മതം നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ചില അജണ്ടകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അജണ്ടകളെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 5-8 വർഷം മുമ്പ് ഒരു ഗ്രൂപ്പ് വന്നിട്ട് പറഞ്ഞു ഒരു സിനിമ ചെയ്യണം. അന്ന് 2 കോടിയൊക്കെ അങ്ങനെ വലിയ എമൗണ്ടാണ്, 2 കോടി തരാൻ തോന്നുന്നു. അപ്പോൾ സബ്ജക്റ്റ് കേട്ടപ്പം സംഗതി ലവ് ജിഹാദാണ്. അപ്പോൾ ലവ് ജിഹാദിൻ്റെ അവസാനം ഈ നായികയെ മുസ്ലിമായിട്ടുള്ള പയ്യൻ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരുമ്പം ഉമ്മയും ബാപ്പയും എല്ലാവരും കൂടി സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുന്നു. കാരണം അപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടാണ് അകത്തേക്ക്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആ സീനൊന്ന് ഞാൻ മാറ്റാൻ പോവുക. ഈ പെൺകുട്ടിയെ കൊണ്ട് വിളിച്ചു വരുമ്പോൾ ഉമ്മ പറയാണ്, മോളെ അപ്പുറത്തൊരു മുറിയുണ്ട്, അത് ഞാൻ കാര്യമാക്കി വെച്ചിരിക്കുന്നത്, നിൻ്റെ കൃഷ്ണനെയോ നിൻ്റെ രാമനെയോ നിൻ്റെ ശിവനെയോ നീ അവിടെ പ്രതിഷ്ഠിച്ചോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മകൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, എൻ്റെ മതത്തിൽപ്പെട്ട ആണല്ല. നീ ഇന്നലെ വരെ വിശ്വസിച്ച ആ വിശ്വാസങ്ങളെ എൻ്റെ മകൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഇന്നിവിടെ ഹോമിക്കപ്പെടുന്നതിൽ ഞാൻ തെറ്റുകാരിയാവും. അതുകൊണ്ട് നീ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ആ ക്ലൈമാക്സ് പറഞ്ഞേ. ഇങ്ങനെ 2 തട്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്ന ആ സംഗതി
ഇന്ന് മൊത്തത്തിലൊരു ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ മുസ്ലിംസ് മാത്രമുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ അജണ്ട ഉണ്ടാവണ്ടേ, ആശയങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആശയങ്ങളും, അതായത് ഈ ഇസ്ലാമിക് ആശയങ്ങൾ. അങ്ങ് പറഞ്ഞു ഇപ്പം വളരെയധികം ശക്തമായിട്ട് വരുന്ന ഒരു ആരോപണമാണ് മലയാള സിനിമയിൽ ക്രൈസ്തവ വിരുദ്ധത വളരെയധികം കൂടി വരുന്നെന്ന്. ഒരു ഉദാഹരണം നമുക്കറിയാം, മുമ്പിറങ്ങിയ സിനിമകളിൽ ഇപ്പോൾ ആകാശദൂത്, മൃഗയ, ഉണ്ണികളെ ഒരു കഥ പറയാം, അതിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ പുരോഹിതരെ വളരെ ഉദാത്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു ട്രെൻഡ് എടുക്കുമ്പോൾ ആ ക്രിസ്ത്യൻ പുരോഹിതരെ വളരെ വൾഗറായിട്ട്, നമുക്കറിയാം റോമൻസിൽ സംഭവിച്ചത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ചില സിനിമാറ്റിക് നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച്, ഇപ്പം ജല്ലിക്കെട്ടില് ഒരു നാട് മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അച്ഛൻ ബീഫ് ആവശ്യപ്പെടുന്നു. അത് ഒരു ഉദാഹരണം മാത്രമാണ്, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷാഡോ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇത്തരം ഒരു ക്രൈസ്തവ വിരുദ്ധത സിനിമാ മേഖലയിൽ വ്യാപിക്കുവാൻ ഒരു കാരണമായിട്ടുണ്ടോ? ക്രൈസ്തവ വിരുദ്ധത മാത്രമല്ല, അതിപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ കണക്കാക്കാം. ഒന്ന്, ഒരു സൊസൈറ്റീനെ പിടിച്ചു നിർത്തുന്നത് കലാകാരന്മാരാണ്. ഈ സൊസൈറ്റിയിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് നിശ്ചയിക്കുന്ന യഥാർത്ഥത്തിൽ ഇവിടുത്തെ കലാകാരന്മാരാണ്. ഉദാഹരണത്തിന് ഈ കേരളത്തിൽ കമ്മ്യൂണിസം വളർത്തിയത് KPSC എന്ന് പറയുന്ന ഒരു നാടക മൂവ്മെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാട്ടുകൾ, കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് സിനിമകൾ. അന്ന് ആ കാലഘട്ടത്തിൽ 50-ന് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറേ കാലത്തേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് സിനിമകളാണ് നമ്മളെ സ്വാധീനിച്ചത് മൊത്തം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും മതത്തിന് എതിരായിരിക്കും. മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ. പക്ഷേ എല്ലാ മതങ്ങളെയും അവർ ഇല്ലായ്മ ചെയ്യില്ല. ചില മതങ്ങളെ ഇല്ലായ്മ ചെയ്താൽ നോവും. ഈ മലബാർ മാപ്പിള ലഹളയൊക്കെ വെള്ള പൂശാൻ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിന്നു. അതിൻ്റെ കാരണം എന്താണ്? മലബാറിലെ, ഇപ്പം കാസർഗോഡ് മുതൽ ഈ പറയുന്ന മലപ്പുറം വരെയുള്ള മലബാറിലെ മുസ്ലിം വോട്ടുകൾ, ആ മുസ്ലിം വോട്ടുകളാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയത്. അത് നമ്മൾ ആലപ്പുഴയേ ഉള്ളൂ ഇവർക്ക്. മറ്റ് കോട്ടയത്തോ എറണാകുളത്തോ ഒന്നും ഈ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മലബാറിൽ വലിയൊരു സ്വാധീനം ഇവർക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർ മുസ്ലിങ്ങളെ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. പകരം ഇടതുപക്ഷം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ, അതായത് ഒരു ആദ്യ കാലഘട്ടത്തിൽ വന്ന കലാകാരന്മാർ ഞാനടക്കം ഇടതുപക്ഷക്കാരായിരുന്നു. അപ്പം ഈ നമ്മൾ അനാചാരങ്ങളെ എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്തിരിക്കുന്നത് ഈ ഹിന്ദു മതത്തിലെ സന്യാസി സമൂഹത്തെയാണ്. ഇപ്പം ഷാജി കൈലാസിൻ്റെ പടം എടുക്കുകയാണെങ്കിലും ഒക്കെ വില്ലന്മാർ സാമ്യമാരായിരിക്കും. അങ്ങനെ തുടങ്ങി. അപ്പം ഹിന്ദുക്കൾ പൊതുവെ പ്രതികരിക്കുന്ന ആൾക്കാരല്ല. അതൊന്ന് പിന്നീട് അതേ കുപ്പായം തന്നെ ക്രിസ്ത്യാനികൾക്ക്. ചായക്കടത്തുകാരൻ ഉടനെ ഒരു അച്ചായനായിരിക്കും, പലിശക്കാരൻ അച്ചായനായിരിക്കും. ഇങ്ങനെ രീതിയിൽ പതിയെ ഈ 90 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് അങ്ങനെ വന്നു. അപ്പോൾ പൊതുവെ ഇവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ മതത്തെ ഇല്ലാതാക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് താല്പര്യം. ആ കമ്മ്യൂണിസ്റ്റ് താല്പര്യത്തിൻ്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന അതേ കമ്മ്യൂണിസ്റ്റ്, ഞാൻ രാഷ്ട്രീയം പറയല്ല, ആ കമ്മ്യൂണിസ്റ്റ് താല്പര്യത്തിൻ്റെ കൂടെ രാജ്യവിരുദ്ധ താല്പര്യം കൂടി ഒട്ടിച്ചേർന്നു. ഈ സ്വർണ്ണക്കടത്തുമായിട്ട് വരുമ്പോൾ സ്വർണ്ണം കടത്തുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആരിലേക്കാണ് കൊണ്ടുപോകുന്ന തുടങ്ങിയത്. ഇപ്പോൾ 2015 മുതൽ ഇവിടെ വന്ന സിനിമയുടെ സോഴ്സ് ഓഫ് ഇൻകം കേരള സർക്കാരിന് ചോദിക്കാമായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത്? പണ്ടൊക്കെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് പണം വന്നത് എവിടെയാണ് ചോദിക്കുമെന്ന് ആൾക്കാർ. അത് ചോദിക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ വിരുദ്ധതയും ഈ പറയുന്ന ഹിന്ദു വിരുദ്ധതയും സിനിമയിൽ വന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ചവർ. ഇപ്പം നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും കമ്മ്യൂണിസത്തോട് അത്ര വലിയ താല്പര്യമുള്ള ആളുകളല്ല. അത് സഭയ്ക്കും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആവശ്യവുമല്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമുക്കറിയാലോ, ഈ പറയുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം സിനിമാക്കാരാരാണ്? അവർ ഏത് പക്ഷം ചേർന്ന് നിൽക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. എപ്പോഴും BJPയെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക. അപ്പോൾ അത്തരം രണ്ടുപേരും കൂടി ചേർന്നപ്പം എളുപ്പമായിട്ട് അതുവരെ പ്രയോഗിക്കാത്തൊരു മാർഗമാണ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റം. ഇപ്പോൾ ക്രിസ്ത്യൻ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ എപ്പോഴും ഈ നമ്മൾ പറയുകയാണെങ്കിൽ സഭയല്ല, എപ്പോഴും
അതിൻ്റെ കുഞ്ഞാടുകളാണ് ശരിക്കും പറഞ്ഞാൽ അവർ ശക്തി വരുന്നത്. സഭ തോന്നിവാസികളാണ്, പരിപൂർണമായിട്ടും അച്ഛൻ തോന്നിവാസിയാണ്. കുഞ്ഞാടുകളെ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കുമ്പസാരം. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉള്ളിലുള്ള ആ തെറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു കൗൺസിലിംഗ് എന്നാണ് പറയുക. കുമ്പസാരം ഒരു കൗൺസിലിംഗ് ആണ്. എനിക്ക് എൻ്റെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് അതിനൊരു സമാധാനം കിട്ടേണ്ട ഒരു ഇടമാണ്, സ്വകാര്യതയുള്ള സംഗതിയാണ് ഈ കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂടിനെ ഒരു വേശ്യ വന്ന് കുമ്പസരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള തത്രപ്പാടിൽ ഓടി വരുന്ന കഥാപാത്രമായിട്ട് രണ്ട് അച്ഛന്മാരെ മാറ്റിയതിൽ റോമൻസിൽ സത്യം എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. ക്രിസ്ത്യാനികൾ അനങ്ങിയില്ല. ക്രിസ്ത്യൻസ് അൾത്താരയിൽ രണ്ട് കള്ളന്മാർ കയറിയിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്. രണ്ട് കള്ളന്മാർ കൈയടിച്ച് കേട്ടിരുന്നു. അവർ പ്രതികരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളെ, ഇപ്പം ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ നമുക്ക് ആരെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ ഒന്നാണ് 10 കമാൻഡ്മെൻറ്റ്സ്. ഇന്ന് ഇറങ്ങിയ ലോകത്ത് ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഒന്ന് 10 കമാൻഡ്മെൻറ്റ്സ് ആണ്. അപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സ് പോലെ ഉണ്ടായിരുന്ന സിനിമകൾ, അതിൽ ഹ്യൂമനിസം, ജീസസ് ക്രൈസ്റ്റ്, അപ്പം അതിൽ ഹ്യൂമനിസമാണ്. അതിൽ ആ സിനിമകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ക്രൈസ്റ്റിൻ്റെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യരോടുള്ള പ്രേമവും പ്രണയമാണ്. അതായത് ഒരു വേശ്യയെ കല്ലെറിയാൻ പോയപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിനെയാണ് നമുക്ക് സമൂഹത്തിന് ആവശ്യം. അപ്പം ഇങ്ങനെയാണ് സാധാരണ മതത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ നല്ല അംശങ്ങൾ എന്നാൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല. ഇപ്പം നമ്മൾ ജാതി വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യണം. അത് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ശരി, മറ്റു മതങ്ങളിലാണെങ്കിലും ചെയ്യാം. തെറ്റ് കണ്ടാൽ നമുക്ക് ചോദ്യം ചെയ്യാം. നമ്മൾ സതിയെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ലോകത്തോട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും അങ്ങോട്ട് അവർ തിരുത്തപ്പെട്ട് ഇപ്പോൾ സതി ഇല്ലാണ്ടാക്കി, വിധവാ വിവാഹം നടപ്പിലാക്കി, ഇങ്ങനെ ഒരുപാട് റിഫോർമേഷൻ വന്നിട്ടുള്ള ഒരു രണ്ട് മതങ്ങൾ ക്രിസ്ത്യൻസും ഹിന്ദുസാണ്. ജൈന ബുദ്ധ മതങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലവ് ജിഹാദിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് വെറുതെ, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മുസ്ലിമായി പോകുന്നു. കാരണത്തിൽ എന്താണ്? ഇത്തരം സിനിമകളിലൂടെ തൻ്റെ അച്ഛൻ വളരെ മോശപ്പെട്ട ആളാണ്, കുംഭസാരം എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ ദ്രോഹിക്കാനുള്ള ഇടപാടാണ് എന്നൊക്കെ അവർ ഈ സിനിമകൾ അറിഞ്ഞു കഴിക്കുന്നു. ആ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ആ പൊതുബോധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്ക് എളുപ്പമല്ലേ. ഒന്ന്, ആ മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക, ഹിന്ദു മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക, ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം ഇല്ലാതാക്കുക. എന്നാൽ മനോഹരമായിട്ട് സിനിമയിൽ ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ പത്മനാഭൻ്റെ നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ. സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധർമ്മബോധം എല്ലാ മതത്തിലും ഉണ്ട്. ആ ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൊസൈറ്റി വളർന്നു വരുന്നത്. സമാധാനം ഉണ്ടാവുന്നതും ആ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് വൈകുന്നേരം 7 മണിക്ക് കുരിശ് വരയ്ക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം അന്നം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, ഞായറാഴ്ചകളിൽ പോകുന്നു, വല്ലപ്പോഴും കുമ്പസാരിക്കുന്നു. ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ സമാധാനപരമായി ജീവിക്കാനുള്ള, നേരത്തെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്, എല്ലാ മതങ്ങൾക്കും മോശപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക ലോകത്ത് അവനവൻ്റെ മാനസിക പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതിൽ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കാനുമാണ് നമ്മൾ ഈ കുരിശുവരയും ഈ പറയുന്ന പള്ളി പോക്കുമൊക്കെ. അപ്പോൾ അതിനെ അങ്ങ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? മനുഷ്യൻ മൃഗമായി, പ്രാകൃതനായിട്ടുള്ള. അപ്പോൾ അവന് അമ്മയില്ല, പെങ്ങളില്ല, ആരെയും ഭോഗിക്കാം, ആരെയും കൊല്ലാം. ഈ സൊസൈറ്റീനെ ഇങ്ങനെ ഫോം ചെയ്തെടുത്താലേ കഞ്ചാവിന് കച്ചവടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറയുന്ന പുതിയ മയക്കുമരുന്നിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. നമുക്കൊക്കെ അറിയാവുന്നത് പണ്ട് ചാരായം, കഞ്ചാവ്, ഈ കള്ള്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ സ്റ്റാമ്പ് മുതൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പം ഇതിലേക്ക് വരേണ്ട ഒരു സൊസൈറ്റീനെ നമ്മൾ മതം പിടിച്ചിരുത്തുന്നത് ഇത് പാടില്ല, അത് പാപമാണ്. അപ്പം ആ മതത്തിൻ്റെ തത്വ അംശങ്ങളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാകൃതമായിട്ടുള്ള സൊസൈറ്റി വരും. ആ പ്രാകൃതമായ സൊസൈറ്റിയിലൂടെ പിന്നെ മറ്റു ചിലർക്ക് ഈസി ആയിട്ട് ഈ മനുഷ്യനെ ഏറ്റെടുക്കാൻ പറ്റും. പലപ്പോഴും ഈ ഇത്തരം സിനിമകൾ എടുക്കുന്നവർ പറയുന്ന ഒരു ന്യായീകരണം, സിനിമ കലയാണ്, ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞാണ് പലപ്പോഴും ഇത്തരം ധാർമ്മിക അപജയങ്ങൾ ഉള്ള സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും എന്താണ് പറയാനുള്ളത്?
ധാർമ്മികത വേണ്ടത് ഈ കലാകാരൻ്റെ, കാരണം കല കലയ്ക്ക് വേണ്ടി എന്നല്ല, കല ശരിക്കും ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ബൈബിളിൻ്റെ സൗന്ദര്യം എന്താണ്? അതിൻ്റെ എഴുത്താണ്. അതിൽ നന്മയെ മാത്രമാണ്, തിന്മയെ എല്ലാം ഇല്ലാണ്ടാക്കി, ഈശ്വരൻ ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോത്തിൻ്റെ സമൂഹത്തിന് ഈശ്വരൻ തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത് അല്ലേ? ലോത്തിനെ ഒരു തിന്മയുടെ അംശമാക്കിയിട്ട് കാണിച്ചിട്ട് പിന്നെ ഇല്ലാണ്ടാക്കുന്നത്, ആ സമൂഹത്തിനെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരാജകത്വം വന്നു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ ഇടപെടുമെന്നും അതിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് മതം പറയുന്നത്. മതം വേറെ ഒന്നുമില്ല, അല്ലാത്തൊരു മതമേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകണം, എന്ത് ചെയ്താലും പറ്റില്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇന്നത് എന്ന് പറയുന്നത് ചില മതങ്ങളുടെ, നമ്മൾ അങ്ങോട്ട് കടക്കണ്ട. അപ്പോൾ ഈ പറയുന്ന കലയിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പം നമ്മുടെ സഭ നേതാവ് അന്തരിച്ചപ്പോൾ മലയാളത്തിലാണ് കുർബാന നടക്കുന്നത്. നമുക്ക് പണ്ട് മലയാളത്തിലായിരുന്നില്ല. ഇപ്പോൾ പാട്ട് കുർബാന കേൾക്കുമ്പോൾ എന്താണ്, ആ കുർബാനയുടെ അംശം മുഴുവനും മനുഷ്യരിലേക്ക് വരും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഇത് ഉൾക്കൊള്ളുന്നത്. കാരണം ഞാൻ എങ്ങോട്ടാണ് നാളെ പോകുന്നത് എന്നറിയില്ല, നീ വെറും മണ്ണായിട്ട് പോവുകയാണ്, ഇത്രയും നീ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പച്ച മലയാളത്തിൽ ആ സഭയുടെ അണികൾക്ക്, കുഞ്ഞാടുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം എന്നത്. അപ്പോൾ അത് കലയിലൂടെ ചെയ്യുന്നത്. പാട്ട് കുർബാന എന്ന് പറഞ്ഞാൽ കലയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വൈദികൻ നന്നായി പ്രസംഗിക്കുന്ന വൈദികരുണ്ട്, വെറുതെ വായിക്കുന്ന വൈദികരുമുണ്ട്. വെറുതെ വായിക്കുന്ന വൈദികനോട് അവിടുത്തെ സഭയുടെ ആ ഇടവകയിലെ ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ നന്നായി പാടുന്നൊരു വൈദികരുണ്ടെങ്കിലോ അവർ ഞായറാഴ്ച പള്ളിയിലേക്ക് വരാൻ. അപ്പം കലയുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്, മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് അത് നേരിട്ട് പോകും. എത്ര വലിയ മോശക്കാരനായാലും ശരി, ഒരു നല്ല വയലിൻ്റെ സോളോ കേട്ടാൽ അയാൾ കുറച്ച് അവിടേക്ക് ഇരിക്കും. അപ്പം ഈ മനുഷ്യ ഹൃദയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാവുന്ന ഒന്നാണ് കല. അങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കാവുന്ന കലയാവുമ്പോൾ അതിന് ഉത്തരവാദിത്വമുണ്ട്. താൻ ചെയ്യുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു രൂപമാണ്. അതുകൊണ്ട് അതിനെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആ ഉണ്ടാക്കുന്ന ആളുടെ ഇതാണ്. അതല്ല സൊസൈറ്റി മോശമാവട്ടെ എന്ന് പറയുന്നത് ആണ് ചിന്ത വരുന്നെങ്കിൽ പിന്നെ നമുക്കതിന് വേറെ ചോദിക്കാനില്ല. അപ്പോൾ കലാകാരന് സ്വാതന്ത്ര്യമില്ല. സത്യത്തിൽ കലാകാരൻ സൊസൈറ്റിയിൽ നിന്ന് വിട്ടു നിന്നല്ലേ സ്വാതന്ത്ര്യമുള്ളൂ. കലാകാരൻ സൊസൈറ്റിയുടെ ഒരു ഭാഗത്ത് അയാളുണ്ടാക്കുന്ന, എന്നാൽ പിന്നെ അയാൾക്ക് മാത്രം ഇത് കണ്ടാൽ പോരെ. എൻ്റെ സ്വാതന്ത്ര്യം ഞാനൊരു സിനിമ ഉണ്ടാക്കി, അത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ റൂമിലിരുന്ന് കാണും. പൊതുസ്ഥലത്തേക്ക് വിടണ്ടല്ലോ. പൊതുസ്ഥലത്തേക്ക് വിടുമ്പോൾ സിനിമയ്ക്കൊരു കുഴപ്പമുള്ളത്, ലോകത്തിലെ ഏറ്റവും ബാഡായിട്ടുള്ള കലയാണ്. ഈ സിനിമ എങ്ങനെയാണ് ഒരു മോശപ്പെട്ട കലയാവുന്നതെന്ന് വെച്ചാൽ, തിയേറ്ററിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ മുഴുവൻ അകത്തേക്ക് കയറ്റുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, എല്ലാ വാതിലുകളും അടച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. പിന്നെ ഡയറക്ടറാണ് ഓഡിയൻസിന്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. നമ്മളെ ചിന്തകളെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഡയറക്ടറുടെ ചിന്ത മാത്രം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. തിരിച്ച് അങ്ങനെ അല്ലല്ലോ എന്ന് നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല സിനിമയിൽ. അപ്പോൾ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കലാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കലാകാരൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ കൂടുന്നത്. പലപ്പോഴും ഈ ക്രൈസ്തവ വിരുദ്ധത വരുന്ന സിനിമകളിൽ പിന്നണി പ്രവർത്തകരെല്ലാം ഈ ക്രിസ്ത്യൻ നാമധാരികളാണ്. അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ ക്രിസ്ത്യൻ നാമധാരികൾ ഈ സിനിമകളുടെയൊക്കെ ഒരു ഭാഗമാവുന്നത്? ഈ പറഞ്ഞ ക്രിസ്ത്യൻ നാമധാരികളുടെ ഒക്കെ രാഷ്ട്രീയം എടുത്തു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് എത്തും. ഈ ക്രിസ്ത്യൻ നാമധാരികളാണെങ്കിലും അവർ പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കില്ല, സഭയുടെ ചട്ടക്കൂട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കില്ല, അവർ കമ്മ്യൂണിസ്റ്റുകളായിരിക്കും. 90% കമ്മ്യൂണിസ്റ്റ് തെന്നിത്തെറിച്ച് വന്നതാണ്. അപ്പം അവരെ അവരെ നയിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്. അപ്പോൾ സ്വന്തം മതത്തെയാണെങ്കിൽ ശരി, അതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു വാഞ്ചതുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ മതത്തിൽ, ഇപ്പം ഞാനൊരു ഇസ്ലാമായിട്ട് ജനിച്ചു, ഇസ്ലാമായിട്ട് വളർന്നു. ഇസ്ലാമിലെ മോശപ്പെട്ട കാര്യങ്ങളെ എനിക്ക് ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തകരാറുമില്ല. പക്ഷേ അതിൻ്റെ സത്തയായിട്ടുള്ള സംഗതികളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു പള്ളിയിൽ വെച്ച് മോശമായി, ശരി, ആ മോശമായ പള്ളിയിൽ വെച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ കൂടെ എത്രയോ നല്ല പള്ളിയിലച്ചന്മാരുണ്ട്. അടുത്ത കാലത്ത് ഈ ലവ് ജിഹാദുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടപ്പം താമരശ്ശേരി രൂപതയിൽ നിന്ന് അവിടെയുള്ള ആ ഭാഗത്തുള്ള ആൾക്കാർ ഒരു നാടകം ഉണ്ടാക്കി. ആ നാടകം ഉണ്ടാക്കി പള്ളികളിൽ കളിച്ചപ്പം പള്ളിയിൽ കയറി തല്ലുന്ന പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ ഇത് ഞങ്ങൾക്കെതിരെയുള്ള, അതായത് പള്ളിയിലെ നാടകത്തിനെ
അത് കളിക്കാൻ പാടില്ല, പിന്നെ കളി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ അവനവൻ്റെ പള്ളിയിൽ അവനവൻ്റെ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകം കളിക്കാൻ പാടില്ല. എന്തൊരു അക്രമം നടച്ചു, മറ്റുള്ളവരെ എന്ത് വേണം പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പണം മുടക്കുന്നവൻ, ഇപ്പം ക്രിസ്ത്യാനികളായിരിക്കും ചിലപ്പം അതിൻ്റെ പിന്നിൽ, പക്ഷെ പണം മുടക്കുന്നവൻ്റെ താല്പര്യം വേറെ ആയിരിക്കും. പണം മുടക്കുന്നവന് ഇത് വേറെ ഉദ്ദേശത്തിലാണെങ്കിലോ, ഈ ക്രിസ്ത്യൻ സംവിധായകനുമാണെങ്കിലും ശരി, അയാൾക്ക് ആഗ്രഹം എന്തായിരിക്കും, ഒരു 2 കോടി രൂപ കിട്ടുന്ന കാര്യമില്ലേ, അല്ലെങ്കിൽ 4 കോടി രൂപ കിട്ടുന്ന കാര്യമില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സഭയായിട്ട് കുത്തുകുത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു മനോഭാവം വരാം. അപ്പോൾ ചില ഇപ്പോൾ നമ്മൾ ക്രിസ്തു മതത്തിലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പ്രവണത ഉണ്ടെങ്കിൽ ശരി, ചോദ്യം ചെയ്യാം. ഒരു മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഈ കുമ്പസാരം എങ്ങനെ മോശപ്പെട്ട കാര്യമാവുന്നത്? നിശ്ചിതമായിട്ടുള്ള പക്ഷെ ആ മതത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ആ ക്രോസും അതിനെ കുറിച്ച് വരയ്ക്കുന്ന വ്യക്തിത്വമാണ്, ജീസസ് ക്രൈസ്റ്റുമാണ്. അപ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് പള്ളിയിലച്ചൻ. ഒരു പള്ളി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത് കുരിശാണ്. ആ കുരിശ് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേഷനെ നമ്മൾ മോശമാക്കുമ്പോൾ അത് ആ മതത്തെ മോശമാക്കുന്ന അവസ്ഥയിലാണ്. സഭയെ കുമ്പസാരക്കൂട് കാണിക്കുക, ഈ പറയുന്ന ഈ ഞായറാഴ്ച കുർബാന കൊള്ളാൻ വരുന്നവരെ പറ്റിക്കുക, 2 കള്ളന്മാർ കൂടിയിട്ടേ ആരുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് എൻ്റെ മാംസമാകുന്നു എന്നും പറഞ്ഞിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഒരു കള്ളൻ. അപ്പം ആരാണ്? ക്രിസ്തുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവാണ് മാറുന്നത്. അത് ക്രിസ്ത്യാനി ചോദ്യം ചെയ്യുന്നില്ല. ഈ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളുടെ ഒരു ഭയവും ഒരു പ്രതികരണശേഷി ഇല്ലായ്മയും പലപ്പോഴും ഈ കൂട്ടർ ചൂഷണം ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ ഈ ജോസഫ് മാഷ് കൈവിട്ട്, അയാളുടെ കൈവെട്ടി മാറ്റിയപ്പോൾ അയാളുടെ കൂടെ ഒരാൾ നിന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മൗലവി, ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഒരു മുസ്ലിമും അയാളുടെ കൂടെ നിന്നില്ല. നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന 2 പ്രസ്ഥാനം ഇവിടെ വളരില്ലായിരുന്നു. അത് സഭ ഈ മൗനം പാലിച്ചത് മുതൽ ഈ പറയുന്ന യാഥാസ്ഥിക ആളുകൾക്ക് മനസ്സിലായി സഭേനെ എങ്ങനെ കുത്തിയാലും കുഴപ്പമില്ല, അവരിത് സഹിച്ചോളും എന്നുള്ള അവസ്ഥയിലാണ്. അതേ സമയത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് സഭയല്ല, പകരം സഭയുടെ അംഗങ്ങൾ ഈ ലവ് ജിഹാദിനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും രാഷ്ട്രീയക്കാർക്ക് വെപ്രാളായി. ഈ ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞു, നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, സഹോദരന്മാരാണെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായി. എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, നീ ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കരുത്. തത്വത്തിൽ അതിൻ്റെ ഒരു ഈ മറ്റ് മതങ്ങളെ പോലെയല്ല ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിൻ്റെ റൂളിൽ നിന്ന് ഒരു വള്ളിയോ ഒരു പുള്ളിയോ മാറ്റാൻ അവർ അംഗീകരിക്കില്ല. ഇസ്ലാം മതത്തിനെ കുറ്റം പറയാൻ സമ്മതിക്കില്ല, കൈവിട്ടും അല്ലെങ്കിൽ തല വെട്ടും. അപ്പോൾ എൻ്റെയൊക്കെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആക്രമണം കാണിച്ചിട്ട് വളരെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ട് അതിൽ ഭയപ്പെടുന്നുണ്ടോ എന്നിവർ നോക്കും. ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ അത് പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ ഭയപ്പെടുത്തലാണ് ഈ സിനിമയും. ഇപ്പം ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ഈ ഭയപ്പെടുത്തൽ, കാരണം ഇത് കണ്ടിട്ടും മിണ്ടുന്നില്ല. സാംസ്കാരികപരമായിട്ട് അവരെ തേജോവധം ചെയ്തിട്ടും ഇത് എൻ്റെ മതത്തെയാണ്, എൻ്റെ കുരിശിനെയാണ് ഈ ചോദ്യം ചെയ്തത് എന്ന് ഒരു ക്രിസ്ത്യാനിയും ചോദിക്കുന്നില്ല. അവരുടെ ഉള്ളിലും ഭയമാണ്. ഇപ്പം അടുത്ത കാലത്ത് ഈരാറ്റുപേട്ടയിലെ സംഭവം രാഷ്ട്രീയക്കാർക്ക് ആർക്കും വന്ന് പ്രസംഗിക്കാൻ അങ്ങനെ. പക്ഷേ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രത്യേക ആൾക്കാരുള്ള സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചാൽ കൈ വിട്ടും കാല് വിട്ടും എന്ന് നമ്മൾ കേട്ടു. അപ്പോഴും ക്രിസ്ത്യാനികൾ മിണ്ടിയില്ല. അപ്പോൾ ഈ ഭയം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും ക്രിസ്ത്യാനികളെയും ബാധിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ട്, 2 സമുദായം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഈ ഭയം തന്നെയാണ് എക്കാലവും ഇവരുടെ വിജയം. ഇപ്പം നിഷ്ഠൂരമായിട്ടുള്ള വധങ്ങൾ നമ്മളിപ്പോൾ കാണാമല്ലോ. നമ്മൾ 10-100 പേരെ നിർത്തിയിട്ട് വളരെ കൂളായിട്ട് ഓരോ തലയ്ക്കും വെടിവെച്ച് പോകുന്ന നൈജീരിയയിലൊക്കെ വെടിവെച്ച് തുടങ്ങിയാൽ ഒരു പാപത്തിൻ്റെ അംശമില്ലാതെ വെടിവെച്ച് പോകുന്നു. ഇപ്പോൾ നമ്മൾ ബൈക്കിൽ വാളും കൊണ്ടുപോയിട്ട് നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്നു. ഇതൊക്കെ ഇത് രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല, പരസ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളിങ്ങനെ വെട്ടും, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് അടുത്ത കാലത്ത് നമ്മൾ ആ മുദ്രാവാക്യം കേട്ടത്, ഇത് 1921 ഊരിയ കത്തി ഞങ്ങൾ കടലിൽ കടഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ ഒരു ഭയപ്പെടത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ സംഘടിതരാണ്, നിങ്ങൾ സംഘടിതരല്ല, ഓടേണ്ടവരാണ്. ഈ ബോധ്യം ഇപ്പോഴും സഭാ നേതൃത്വങ്ങൾക്കോ ഹൈന്ദവ നേതൃത്വങ്ങൾക്കോ ബോധ്യപ്പെട്ടില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഇത് ബോധ്യം വന്നുള്ളൂ. ഈ ബോധ്യം വന്നവരാണ് ഇപ്പം സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടിയിട്ട് വെപ്രാളം നടത്തുന്നതും, അത് ഓടി നടക്കുന്നതും, പ്രചരണം നടത്തുന്നതും, ലവ് വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നവരും. ഈ ഭയപ്പെടലിൽ നിന്ന് മാറി ഇത് സമൂഹത്തെ നമുക്ക് ഊർജ്ജസ്വലരാക്കണമെന്നുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് നേരെ ഇത് ഉണ്ടാവുന്നുണ്ട്, എന്നിട്ടും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കുട്ടികൾ പോകുന്നുണ്ട്. ആ പോകുന്നതിന് ഒരു ഘടകം ഈ സിനിമയാണ്. ഈ സിനിമകൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കൈയും കെട്ടി നോക്കി നിന്ന സിനിമകളൊക്കെ ഈ പറയുന്ന മതത്തിൻ്റെ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളെയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളും വെറുതെ മഹത്തായിട്ടുള്ള അപ്പുറത്ത്. കാരണം അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ല. ഞാൻ ചേകന്നൂർ മൗലവി സിനിമയായിട്ടില്ല, ഒരു ഈ റാഡിക്കലൈസേഷന് സിനിമയായിട്ടില്ല, ലവ് ജിഹാദ് സിനിമയായിട്ടില്ല. അപ്പോൾ ആ പക്ഷം സിനിമയിൽ വരുന്നില്ല. ആ പക്ഷത്തെ സിനിമ എന്താ വരുന്നത്? നിസ്കരിക്കുന്നു, നെറ്റിയിൽ തഴമ്പുള്ള ആൾ, സക്കാത്ത് കൊടുക്കുന്ന ആൾ, നല്ല ആൾക്കാരായിട്ടാണ് ഇപ്പം ചിത്രീകരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോവുക ആൾക്കാർ? ഏത് വശത്തേക്കാണ്? അവിടെ നല്ല ആൾക്കാരിരിക്കുക. ആ നല്ലതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും തിന്മ പുറത്തേ വരുന്നുണ്ടോ? ഇപ്പോൾ രണ്ട് മതങ്ങളെയും, ഈ ക്രിസ്ത്യൻ മതങ്ങളെയും ഹിന്ദു മതത്തിൻ്റെയും ആത്മസത്തയെ ഇല്ലാതാക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു ഘടകമുണ്ട്, ഇതിനെ ചോദ്യം ചെയ്യുക. ഈ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു മരിച്ച എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടോ? ഈ ക്രിസ്തുവിന് ഇത്രയും പവറില്ലാത്ത ആൾ ഒരു സംശയം ഉണ്ടാക്കുക. ഈ ഹിന്ദുയിസത്തിൽ ഒരു ബന്ധമില്ലാത്ത കുറേ പുസ്തകങ്ങളുമായിട്ട് ഇറക്കും വരും. അതായത് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പെടാത്ത, അതിനുശേഷം ഈ ബാബറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇവരെ മാറ്റാൻ വേണ്ടി എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുമായിട്ടാണ് ഇന്നും ഇവർ നടക്കുന്നത്. അതിൽ മറ്റേ വേദം കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴുക്കണം. ഇവർ ചിന്തിക്കുന്നില്ല ഈ പറയുന്നത് രാമായണവും മഹാഭാരതം എഴുതിയ ആരാ? ചാട്ടാളനാണല്ലേ, കാട്ടാളനാണ് എഴുതിയത്. എന്നിട്ടാണ് അവർ ഇതിനെതിരാണ് ഈ ഇത് നടന്നത്. ക്രിസ്തു ഏത് പക്ഷത്താണ് നിന്ന്? ഏറ്റവും തൊഴിലാളിയായിട്ട് നിന്ന്. ക്രിസ്തു ഈ പറയുന്ന സഭയുടെ ഭാഗത്തുനിന്ന് വന്ന ആളല്ല, ഏറ്റവും അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്ന ഇടയനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ മറിച്ചോ, മറ്റു മതം വന്നത് എങ്ങനെയാണ് വന്നത്? ഇപ്പോഴെങ്ങനെ ആധിപത്യം ഉറപ്പിക്കുന്നത്? ആ മതത്തിലെ തീവ്രമായ നിലപാടുകൾ എന്താണ്? 4 പെണ്ണ് കെട്ടാന്ന് പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തു മതത്തിൽ കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതിന് എന്ത് കടമകളുണ്ട്? അപ്പോൾ എത്രയും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന അവിടെ ഒരു കുടുംബ ബന്ധം, ഞാൻ ദൈവം കൂട്ടിയിണക്കാർ നിനക്ക് പിരിക്കാൻ പാടില്ല എന്നാണ് അല്ലേ പറയുന്നത്. അതിൻ്റെ നന്മ എന്താ കാണാത്തത്? ഇപ്പുറത്ത് 4 കെട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ തിന്മ എന്താ കാണാത്തത്? ഇത് കാണണമെങ്കിൽ ഇപ്പുറത്തെ സിനിമ വരണ്ടേ? അപ്പോൾ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയും ഹിന്ദു പെൺകുട്ടിയും കാണുന്ന ഇപ്പുറത്തെ മുഖം വേറെയാണ്, നന്മയുടെ മുഖമാണ്. സ്വന്തമൊക്കെ തിന്മയുടെ. അവനവൻ്റെ സംസ്കാരം വളരെ മോശപ്പെട്ടതാണെന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനിയും പഠിപ്പിക്കുന്നു, ഹിന്ദുവിനെ പഠിപ്പിക്കുന്നു. പക്ഷേ അപ്പുറത്തൊരു സ്വർഗമുണ്ട്, തേനും പാലും ഒഴുകുന്ന സ്വർഗമുണ്ട്. അവിടെ എല്ലാം സുഖകരമാണ്. ഇതാണ് ഈ പറയുന്ന സിനിമയുടെ ഒക്കെ പുറകിലേക്ക് പണം തള്ളുന്നതിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു പ്രവണത 2019 റിലീസ് ചെയ്ത ലൂസിഫർ എന്നൊരു സിനിമ. അതിൽ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നില്ല, പക്ഷേ മലയാളി സമൂഹം മുമ്പെങ്ങും കാണാത്ത രീതിയിൽ ചില ആൻറ്റി ക്രൈസ്റ്റ് എലമെന്റ്സ്, സാത്താനിക് ആയിട്ടുള്ള സിംബൽസ്, ചില ഡയലോഗുകൾ, അത് പൊതുസമൂഹത്തിലേക്ക് ചില നിഗൂഢ സംഘങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാഴ്ചപ്പാടുകൾ, അതൊരു അപകടകരമായ ഒരു പ്രവണത തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സംസാരിച്ചുള്ള ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഇതൊരു അപകടകരമായ ഒരു ഷിഫ്റ്റിലേക്കാണ് ഇത് വരച്ചു. ഇതിൻ്റെ പുറകിൽ വലിയൊരു സംഭവമുണ്ട്. ക്രിസ്ത്യൻ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള. ഇപ്പം എൻ്റെ മോളുടെയൊക്കെ ഒരു ദിവസം എൻ്റെ മോളുടെ കയ്യിൽ എന്തോ ഒരു വരച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു, അതുവരെയുള്ള കുട്ടിയുടെ സ്വഭാവമല്ല പിന്നീടുള്ളത്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ആൻറ്റി ക്രൈസ്റ്റ് വിഭാഗം ഉണ്ടെന്നും അവർ
ഈ ആ രീതിയിലേക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ബിസിനസ്, വിദ്യാഭ്യാസം, ഭയങ്കര നേട്ടങ്ങളുണ്ടാവുന്നു. കൊച്ചു കുട്ടികളുടെ അടുത്ത് വരെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് വലിയ പണക്കാരാണ് ഇതിനെ സംഘടിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് സമൂഹത്തിൽ ഇത് വിളംബരം ചെയ്യുമ്പം ഇതിപ്പം അടുത്ത കാലത്ത് ഞാൻ വേറെ ഒന്നുകൂടി കണ്ടു. എസ്രയിൽ യഹൂദികളെ എന്താക്കുന്നു ഇത്തരത്തിൽ എനിക്കറിഞ്ഞൂടെ യഹൂദികൾ എങ്ങനെ ചെയ്യുന്നുള്ള ആൾക്കാരാണോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഭിചാരത്തിൻ്റെ ആൾക്കാരായിട്ടും ഇത് മാറി. നേരെ മറിച്ച് ഇപ്പുറത്ത് ജിന്ന് വരുന്നില്ല, മന്ത്രിച്ചു കൊടുക്കുന്നതോ ഒന്നും വരുന്നില്ല. അപ്പം ഈ അന്തിക്രിസ്തു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സമ്പന്നരാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഗതി സിനിമയാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവും, ഇല്ലേ? ഇപ്പം ഈ പറയുന്ന എസ്ര പോലൊരു സിനിമ എടുക്കണമെങ്കിൽ, അത് യഹൂദി പാരമ്പര്യത്തിലെടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ്. കാരണം ഹിബ്രു ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു അറിവുള്ള. അതേപോലെ ഈ ലൂസിഫറിനും അതിൻ്റെ പുറകിൽ അറിവുള്ള ആൾക്കാരാണ്. അറിവില്ലാത്തവരെടുക്കുമല്ലോ. എനിക്ക് ആ സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ അറിവുള്ളവർ അത് പ്രചരിപ്പിക്കാൻ തന്നെ എടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ എൻഡിൽ ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നതും നമുക്കൊരു ഭീകരത സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരു സംഗതി, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കൊക്കെ ഉള്ള ആൻറ്റി ക്രിസ്തു എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം ഈ ലോകത്തേക്ക് ഇവർ പതിയെ അങ്ങോട്ട് എത്തും. ഇത് നമ്മൾ മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. വെറുതെ നമ്മൾ സെർച്ച് ചെയ്യാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുണ്ടോ? ഈ സെർച്ചിങ് എത്തുന്നത് എവിടെയായിരിക്കും? ഈ തടങ്കലിലേക്കാണ് കുട്ടികൾ എത്തുക. അപ്പം ചില വാർത്തകൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് നല്ലത്, പുറത്തേക്ക് പറയാതിരിക്കുന്നത് നല്ലത്. ഇപ്പം 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ ഒരുപാട് വന്നു കഴിയുമ്പോൾ 3 വയസ്സുകാരെ പീഡിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ മീഡിയാസിൻ്റെ പോക്ക് അങ്ങനെ. ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പീഡിപ്പിച്ചു, നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു വേദനയും തോന്നാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. സിനിമ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് സിനിമ കാണണ്ടായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സിനിമ കാണണ്ടായിരുന്നു, ഇത് കണ്ടത് കൊണ്ടല്ല എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. അപ്പം ചിലത് അങ്ങനെ കാണണ്ടാത്തത് നമ്മൾ കാണിക്കരുത്. ഇപ്പം ഈ പറയുന്ന സിനിമകളൊക്കെ കുട്ടികളുടെ സ്വാധീനം ചിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്യുന്നവൻ ഗൂഗിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത്, എന്താണ് അതിൻ്റെ വിശ്വാസം. വെറുതെ പരീക്ഷിക്കാനുള്ള ഒരു പ്രവണത കുട്ടിക്കുണ്ടാവും. അത് പരീക്ഷണം ആ കുട്ടിയെ ജീവിതത്തിൽ. ഈ മലയാള സിനിമാ മേഖല ഇത്തരം ഗൂഢശക്തികൾ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൊച്ചിയാണ്. കൊച്ചി എന്ന് പറഞ്ഞൊരു മയക്കുമരുന്നിൻ്റെ ഹബ്ബായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ മലബാറിൽ കള്ളപ്പണം ആണെങ്കിൽ ശരി, ഈ കള്ളപ്പണം നേടുന്നത് കൊച്ചിയിൽ നിന്നാണ്. കള്ളപ്പണം കൂടുതൽ സമ്പാദിക്കുന്നത് കൊച്ചിയിൽ വരുന്ന ഈ നാർക്കോട്ടിക്സ് സംഗതികളും, പിന്നെ അവിടെ നിന്ന് വരുന്ന, ഇപ്പോൾ നമുക്കങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയാതിരിക്കാനാണ്, ഈ പറയുന്ന യങ് ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പൊളിഞ്ഞു അത് കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം പൊളിഞ്ഞു, അതിൻ്റെ നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം ഈ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പെട്ടെന്ന് 100 കോടിയുടെ 200 കോടി കണക്ക് വന്നപ്പം ദേശീയ ഏജൻസികൾ അത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പം പലർക്ക് പേടിയായിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി അത് അവിടെ തന്നെ ഉണ്ട്. കാരണം വന്ന സംഗതി പോവില്ല. കഴിഞ്ഞ ജൂലൈയിൽ 7ഓളം സ്റ്റേറ്റിൽ നിന്ന് 4-5 ഭീകരവാദികളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നു അത് ഡ്രാമയാണെന്നുള്ളൂ. പിടിച്ചവരൊക്കെ നല്ല സ്ട്രോങ് ടീമാണ്, അൽ-ഖ്വയ്ദയുടെ ടീമിനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നാടകമാണ്. മുസ്ലിങ്ങളെ മോശമാക്കാനുള്ള ഈ ഒരു പ്രവണത എന്നാ തുടങ്ങിയത്? അത് വലിയ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം. ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റെല്ലാ വിഭാഗത്തിനെയും ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇവർക്ക് വിശ്വാസമുണ്ടോ തങ്ങൾ ആക്രമിക്കപ്പെടില്ല എന്ന്, ഈ സിനിമാക്കാരെ ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്ന്.
ആ വിശ്വാസം ഉള്ള സിനിമാ പ്രവർത്തകർ ഇനിയും അത് തുടരും. കാരണം അവരുടെ കൂടെ ആരാ നിൽക്കുന്നത്? ഭരണകൂടം നിൽക്കുകയാണ്. നമ്മുടെ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് സെർച്ച് ചെയ്യാനോ അതിൻ്റെ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും വേണ്ട. കഴിഞ്ഞ 5 വർഷത്തെ നിർമ്മാതാക്കളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടില്ല. എളുപ്പം ചെയ്യാവുന്നില്ല സർക്കാരിന്. ഇപ്പം CPM ഭരിക്കുന്ന സർക്കാരിന് ഒരു എൻക്വയറി സെൻസർ ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് മുഴുവൻ തിരുവനന്തപുരത്തെ സെൻസർ ബോർഡിലുണ്ട്. അതിൽ എല്ലാ നിർമ്മാതാക്കളുടെയും നിർബന്ധമായിട്ടും അഡ്രസ്സ് വേണമെന്നുള്ള ആ അഡ്രസ്സ് ഏറ്റെടുത്തിട്ട് ഈ നിർമ്മാതാക്കൾക്ക് ഇത്രയും പണം കോടികൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് ഇവിടെ. പക്ഷെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇവർക്കും അതിൻ്റെ പങ്കുണ്ട്. അപ്പോൾ സിനിമയിലാണെങ്കിലും ശരി, ബാക്കി നാടകത്തിലാണെങ്കിലും കവിതയിലാണെങ്കിലും ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വശത്ത് സരസ്വതിയുടെ നഗ്നചിത്രം വരയ്ക്കുന്നു, മറുവശത്ത് കന്യാമറിയത്തിനെ മോശമാക്കുന്നു. കന്യാമറിയത്തിൻ്റെ ആൾക്കാരും ചോദ്യം ചോദിക്കില്ല, സരസ്വതിയുടെ ആൾക്കാരും ചോദ്യം ചോദിക്കില്ല. അപ്പോൾ അതിൽ ഈ രാഷ്ട്രീയം, അപ്പോൾ ആ രാഷ്ട്രീയത്തിന് നിലപാടുകൾ മാറ്റണമെങ്കിൽ സഭ നിലപാട് മാറ്റണം. അതിൽ ഒരു മതം, ആ മതത്തിൻ്റെ നന്മ നിലനിർത്തേണ്ടത് കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അംശങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇപ്പം നമ്മൾ എടുക്കണം, ഈ സിനിമ വന്നു, ശരി, ആ സിനിമ വന്നാൽ പള്ളിയിൽ ആ സിനിമ ഇടണം, എന്നിട്ട് ചർച്ച ചെയ്യണം ഇത് എവിടേക്കാണ് നമ്മൾ ഹനിക്കുന്നത്. അപ്പോഴേ കുട്ടികൾക്ക് പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടികളിത് കണ്ടിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതാത് മതത്തിൻ്റെ ആളുകൾ ഇത് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരുന്നത്? ഇതാണോ നമ്മുടെ യഥാർത്ഥത്തിൽ ക്രിസ്തു മതം എന്ന് പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ ചർച്ചകൾ ഉണ്ടായ ഇടമായിരുന്നു പണ്ട് നമുക്ക് ഫിലിം സൊസൈറ്റികൾ. ഇപ്പം സഭയ്ക്ക് അങ്ങനെ സൊസൈറ്റികൾ വേണം. ഇപ്പോൾ സഭയ്ക്കെതിരായിട്ട് സിനിമ നമുക്ക് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് പറ്റില്ലെങ്കിലും നിലപാടുകളെ തിരുത്തേണ്ടുന്നത്, ഇത് കാണുന്ന യുവത്വത്തെ തിരുത്തേണ്ടത് ഇത്തരം ചർച്ചയിലാണ്. ഇപ്പം ഇന്ന് നമ്മൾ പറയുമ്പോഴാണ് കുട്ടികൾ ഇപ്പം നമ്മുടെ രണ്ടുപേരും ചർച്ച കാണുമ്പോൾ അയ്യോ അങ്ങനെയാണല്ലോ, ശരി, നേരത്തെ പറഞ്ഞ ഇത് ക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്നല്ലോ. സാറേ പറഞ്ഞോളൂ, നമുക്കിപ്പോൾ ഇത്രയും അധികം അവഹേളനങ്ങൾ സിനിമകളിൽ നടക്കുന്നുണ്ട്. താങ്കളൊരു സെൻസർ ബോർഡ് അംഗം കൂടിയാണ്. നമുക്ക് ഈ നിയമപരമായിട്ടുള്ള ഏതെല്ലാം മാർഗത്തിലൂടെ നമുക്ക് തടയാൻ സാധിക്കും ഇത്തരം അവഹേളനം, മതപരമായിട്ടുള്ള അവഹേളനങ്ങൾ? ഈ കേരളത്തിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ സെൻസർ ബോർഡ് അംഗമാണ്. കേരളത്തിൽ ഈ സെൻസർ ചെയ്യപ്പെടുന്ന സിനിമകളെ സെൻസർ ചെയ്യുന്ന ആളുകൾ 2-3 തട്ടിലുണ്ട്. ഇടതുപക്ഷ സിനിമകളെ സെൻസർ ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വേറെയാണ്, വലതുപക്ഷ സിനിമകളെ ഗ്രൂപ്പ് സെൻസർ ചെയ്യാൻ പറയാം. അത് അതായത് രാഷ്ട്രീയം എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവിടെ എനിക്കറിയാം, കേരള സെൻസർ ബോർഡിൽ കൃത്യമായി രാഷ്ട്രീയമുള്ള ആളുകളുണ്ട്. ആ രാഷ്ട്രീയമുള്ള ആളുകളെയാണ് അവർ സ്വാധീനിക്കുന്നത്. ഇപ്പം സെൻസർ ബോർഡ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അതിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അവർക്ക് ഇതിലൊന്നും വലിയ ഇതൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന ആരാണെന്ന് ചോദിക്കാറില്ല. അവരെന്താണ് നിലപാടുകൾ എടുക്കുന്നത്? പലപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജോജി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ആ വാക്കുകൾ സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടുണ്ടോ? എത്ര പ്രാവശ്യം പച്ചത്തറി പറയുന്നു. പണ്ടൊക്കെ നമ്മൾ അറിയാതെ ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ BPM പറയും. ഇന്ന് പച്ചയായിട്ട് തെറി പറഞ്ഞിട്ടും അത് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു റൈറ്റ് ഉണ്ട്, പ്രേക്ഷകന് റൈറ്റ് ഉണ്ട്, കോടതി പോകാം. പക്ഷെ അതിനാര് പോകും? വലിയ ചിലവാണ്. ഹൈക്കോടതിയിൽ ഒരു സിനിമയ്ക്കെതിരെ, റിലീസ് ചെയ്ത സിനിമയ്ക്കെതിരെ പോകണമെങ്കിൽ വലിയ ഇതാണ്. അപ്പോൾ അത്തരം ഏത് മതത്തെയാണോ ഹനിക്കുന്നത് ആ മതത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവണം? ലീഗലായിട്ടുള്ള മുന്നോട്ടുണ്ടാവണം. നിങ്ങൾക്ക് പറയാൻ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പറയാം. നിങ്ങൾക്ക് പറഞ്ഞോളൂ. ഈ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്തോളൂ, അത് കലാകാരൻ്റെ അവകാശമാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്താൽ, എനിക്ക് ഖുർആൻ ഇന്ന് നിലവിൽ മനുഷ്യത്വരഹിതമായിട്ട് എന്തൊക്കെ വാക്കുണ്ടോ എനിക്കത് ചോദ്യം ചെയ്യാം. പക്ഷെ അതിൻ്റെ നന്മയെ ഞാൻ ചോദ്യം ചെയ്യേണ്ടതില്ല. അത് തിരുത്തണം എന്നുള്ളതാണ് നമ്മുടെ അവകാശം. ഏത് മതത്തിലും അതിൻ്റെ മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ തിരുത്തണം. ക്രിസ്ത്യാനിറ്റി തിരുത്തിയിട്ടുണ്ട്, ജൈന ബുദ്ധമതങ്ങൾ തിരുത്തിയിട്ടുണ്ട്, മറ്റേ ഹിന്ദുക്കൾ തിരുത്തിയിട്ടുണ്ട്. എല്ലാ അയിത്തോച്ചാടനൊക്കെ നമ്മൾ കഴിഞ്ഞ് ഒരു മതം
ഒരു ജാതി ഒരു മണി എന്ന് പറഞ്ഞ് വന്ന് നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് മാറ്റം വരുന്നില്ല. അപ്പം അത്തരം ശക്തികളുടെ പണം സിനിമയിൽ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശരിക്കും ഇതുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പുറത്താരും അംഗീകരിച്ച് തരില്ല. പക്ഷെ സിനിമയുടെ ഉള്ളിലെ സ്വഭാവം കാണുമ്പോൾ ഓരോ കുടുംബവും സൂക്ഷിക്കണം. ഇത് എൻ്റെ മകൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചിന്തകളുണ്ടാകും എന്ന് ഒരച്ഛൻ ചിന്തിക്കുകയും മോളെ ആ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നൊരു ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി പോയില്ലേ. ഒരാൾ പോലും ഒരു ലേഖനം പോലും എഴുതിയില്ല. സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ ഒരാൾ ലേഖനം പോലും എഴുതിയില്ല. ഞാൻ വിചാരിച്ച ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഇതിന് സംസാരിക്കും. കുമ്പസാരക്കൂടിനൊക്കെ ഇങ്ങനെ കളിയാക്കിയപ്പോൾ സംസാരിക്കും. ആരും അതിനെക്കുറിച്ച് ക്രിസ്ത്യൻ സമൂഹമാണ് ചിന്തിക്കേണ്ടുന്നത്. ഇത്തരം സിനിമകൾക്ക് ഇടം കൊടുക്കണോ എന്നുള്ളത് ക്രിസ്ത്യാനികളാണ് തീരുമാനിക്കുന്നത്. മലയാള സിനിമയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ അലി അക്ബർ പങ്കുവച്ചത്. പ്രതികരിക്കേണ്ട ആ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കേണ്ട രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന പ്രസക്തമായ ആശയവും അദ്ദേഹം പറഞ്ഞു. ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നതാണ് ഈ അഭിമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സർ, ഇത്രയും സമയം ഷെക്കേന ടെലിവിഷന്, ഷെക്കേന ന്യൂസ് ചാനലിന് അനുവദിച്ച അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു.